നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ കാണാൻ താല്പര്യമുണ്ടോ? ദൈവത്തെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ? കയ്യിൽ വെറും 50 റുപ്യ വെച്ച്, ഒരു 50 രൂപ വെച്ചിട്ട് 6 വയസ്സുകാരനായ ഒരു ബാലൻ ദൈവത്തെ വാങ്ങാൻ പോയിട്ടൊരു കഥയുണ്ട്, വാങ്ങിക്കാൻ പോയൊരു കഥയുണ്ട്. ഇവൻ രാവിലെ മുതൽ ഒരുപാട് കടയിൽ കയറി ചെന്നു ദൈവത്തെ വാങ്ങിക്കാൻ പറ്റിയിട്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവൻ ഒരുപാട് കടയിൽ ചെന്ന് ഇവിടെ ദൈവത്തെ വിൽക്കുമോ എന്ന് അന്വേഷിച്ചു. എല്ലാ കടക്കാരും അവനെ ആട്ടിപ്പറഞ്ഞു വെച്ചു. അവസാനം വൈകുന്നേരം ഒരു കടയിൽ കയറി ചെന്ന് ചോദിച്ചു, അങ്കിളെ ഇവിടെ ദൈവത്തെ വിളിക്കുമോ എന്ന്. അവസാനം ആ കടക്ക ഉടമ ചോദിച്ചു, എന്തിനാണ് മോനെ നിനക്ക് ദൈവത്തെ? അവൻ നിറക്കണ്ണുകളോടുകൂടി പറഞ്ഞു, എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ കുഞ്ഞുനാൾ തന്നെ മരണപ്പെട്ടു. പിന്നീട് എന്നെ നോക്കി വളർത്തിയത് എൻ്റെ ഗ്രാൻഡ് പയാണ്. ഇന്ന് എൻ്റെ ഗ്രാൻഡ് പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അദ്ദേഹത്തിന് ഒരു മാരകമായ അസുഖമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ദൈവത്തിന് മാത്രമേ എൻ്റെ ഗ്രാൻഡ് പയെ രക്ഷിക്കാൻ പറ്റൂ. ദൈവത്തെ എവിടെയാണ് എനിക്ക് കിട്ടുക എന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ വെറും 50 റുപ്യ, ഒരു 50 രൂപ മാത്രമാണ്. ഈ 50 രൂപ ദൈവത്തെ കിട്ടുമെങ്കിൽ അത് എവിടെയാണോ കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാ കടയിലും കയറി ചെന്നതാണ്. എവിടെയും എനിക്ക് ദൈവത്തെ വാങ്ങിക്കാൻ പറ്റിയില്ല. അങ്കിളെ ഇവിടെ ദൈവത്തെ കിട്ടുമോ എന്ന് ചോദിച്ചു. ആ കടയുടമ അവിടെ ഉണ്ടായിരുന്ന ഒരു തേൻ കുപ്പി ആ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ 50 റുപ്യ എനിക്ക് തരണം, ഇത്രയേ ഉള്ളൂ ദൈവത്തിന്റെ വില എന്ന് പറഞ്ഞ്, ഇതാണ് ദൈവം, നീ നിന്റെ ഗ്രാൻഡ് പക്ക് കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞു. അവൻ ഓടിച്ചെന്ന് സന്തോഷത്തോടു കൂടി അവൻ ഹോസ്പിറ്റലിലോട്ട് ഓടിച്ചെന്ന് ഗ്രാൻഡ് പയുടെ കയ്യിൽ കൊടുത്ത്, ദൈവത്തെ ഞാൻ മേടിച്ചിട്ടുണ്ട്, ഇതാണ് ഗ്രാൻഡ് പ, ദൈവം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ആ കട ഉടമയുടെ നിർദ്ദേശപ്രകാരം വലിയൊരു മെഡിക്കൽ ടീം ആ ഹോസ്പിറ്റലിലെത്തി അദ്ദേഹത്തിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു. അദ്ദേഹം എല്ലാ അസുഖങ്ങളും കാര്യങ്ങളും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ കട ഉടമയെ കാണാൻ വേണ്ടിയിട്ട് ഈ ഗ്രാൻഡ് പി തന്റെ കൊച്ചുമകനെയും കൂട്ടിയിട്ട് ഈ കട ഉടമയെ കാണാൻ ചെന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങളോട് എനിക്ക് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന്. അദ്ദേഹം ആ ഉടമ പറഞ്ഞൊരു കാര്യം, എന്നോടല്ല നിങ്ങൾ നന്ദി പറയേണ്ടത്, നിങ്ങളുടെ കൊച്ചുമകനോടാണ്, അവന്റെ നിഷ്കളങ്കതയോടാണ്. കയ്യിൽ വെറും 50 രൂപ വെച്ചിട്ട് ദൈവത്തെ വാങ്ങാൻ വന്നിട്ടുള്ള അവന്റെ നല്ല ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തോടാണ് നിങ്ങൾ നന്ദി പറയേണ്ടതെന്ന്. ദ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഹെൽപ്പുകളില്ലേ, പല ആളുകൾക്കും കൊടുക്കുന്ന ഉപകാരങ്ങളില്ലേ, അവിടെയാണ് നമ്മൾ ദൈവത്തെ കാണുക. അവിടെ നിന്നാണ് നമുക്ക് ദൈവത്തെ കിട്ടുക. അതുകൊണ്ടാണ് എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുകയാണെങ്കിൽ ആകാശത്തുള്ളവർ നിങ്ങൾക്ക് കാരുണ്യം കാണിക്കുന്നു.